ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ഇല്ലാണ്ട് നമ്മുടെ ഫോൺ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. നമ്മുടെ ഫോണിലുള്ള എല്ലാ വർക്കുകളും ശരിയായ രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് അത്യാവശ്യമാണ്. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ തന്നെ ആ ഷോപ്പുടമ നമ്മൾക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കും. അപ്പോൾ എങ്ങനെയായാലും നമ്മുടെ ഫോണിലൊരു ഗൂഗിൾ അക്കൗണ്ട് തീർച്ചയായും കാണും. ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് വേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. എന്നാൽ ചില അക്കൗണ്ടുകൾ നമ്മൾ ഒരു ഉപയോഗവും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. ആ അവസരത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഗൂഗിൾ അക്കൗണ്ട് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. നിങ്ങളിൽ പലർക്കും ഒരു ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാമായിരിക്കും. എന്നാൽ ഇപ്പോഴും അതിനെക്കുറിച്ച് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണിത്. അറിയാൻ മേലാത്തവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഓരോ സ്റ്റെപ്പും കണ്ട് മനസ്സിലാക്കുക. ഒരു ഗൂഗിൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഓരോ സ്റ്റെപ്പും വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഒരു ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം, നമ്മുടെ ഫോണിൽ നിന്ന് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഈ വീഡിയോയുടെ മുകളിലായിട്ട് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ആ വീഡിയോ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. ആ വീഡിയോ കാണാനുള്ള ഐ ബട്ടൺ മുകളിൽ വന്നിട്ടുണ്ട്, കണ്ടു നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ മൊബൈലിലുള്ള ജിമെയിൽ എങ്ങനെ നമ്മുടെ ഡിവൈസിൽ നിന്ന് റിമൂവ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളതാണ് അടുത്ത വീഡിയോ. അത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാനിവിടെ മുകളിലായിട്ട് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ മുകളിലായിട്ട് ആ ഐ ബട്ടൺ വന്നിട്ടുണ്ട്. ആ ഐ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇപ്പം ഈ വീഡിയോയുടെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഒരു ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെയാണ് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് എങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ആദ്യമേ ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ എൻ്റെ ഫോണിലെ സെറ്റിങ്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഈ വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്ന ഓരോ സെറ്റിങ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിലെ സെറ്റിങ്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലുള്ള സെറ്റിങ്സിലെ എല്ലാ ഓപ്ഷനുകളും നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനൊക്കെ നമുക്കൊന്ന് മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇവിടെ കാണുന്ന എല്ലാ ഓപ്ഷനുകളും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ താഴെയായിട്ട് മറ്റൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ കുറച്ചും കൂടെ ഒന്ന് താഴോട്ട് പോകേണ്ടതാണ്. താഴോട്ട് പോകുമ്പം ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഒട്ടുമിക്ക എല്ലാ ഫോണുകളിലും എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും കാണുന്ന ഒരു ഓപ്ഷനാണ് യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ പല ഓപ്ഷനുകളും ഞാനിവിടെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്, മായ്ച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് എത്ര ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടോ ആ ഗൂഗിൾ അക്കൗണ്ടൊക്കെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതൽ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് അതിൽ ഏത് ഗൂഗിൾ അക്കൗണ്ടാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത ഒരു വിൻഡോയിലേക്ക് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ഗൂഗിൾ അക്കൗണ്ടാണ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ഉറപ്പ് വരുന്നതിന് ശേഷം ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ അവിടെ സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനത് മായ്ച്ചിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് അക്കൗണ്ട് സിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് റിമൂവ് അക്കൗണ്ട് എന്നുള്ള ഒരു ബട്ടൺ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫോണിൽ നിന്ന് അത് ഡിലീറ്റ് ആയി പോവുകയില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, അങ്ങനെ റിമൂവ് ആയി പോകുന്ന ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് തിരിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ നമ്മളിവിടെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുകളിൽ ആദ്യം കാണുന്ന ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വിൻഡോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഇങ്ങനൊരു വിൻഡോയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിവിടെ എൻ്റെ ജിമെയിൽ ID ഒക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഞാൻ സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനതെല്ലാം മറച്ചിരിക്കുകയാണ്. നമ്മളിവിടെ മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്തായിട്ട് ഡേറ്റ ആൻഡ് പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്.
അപ്പോൾ നമ്മൾ ഡേറ്റ ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതോടുകൂടി ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ഇവിടെ പ്രൈവസി സജഷൻ അവൈലബിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അതിന് താഴെയായിട്ട് പേഴ്സണലൈസേഷൻ സെറ്റിങ്സ്, പിന്നെ അതിന് താഴ്ഭാഗത്തായിട്ട് മൈ ആക്ടിവിറ്റി, ടൈം ലൈൻ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ കാണാവുന്നതാണ്. മൈ ആഡ് സെൻറ്റർ ഇങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഓപ്ഷനുകളൊക്കെ നമുക്കൊന്ന് മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വിടേണ്ടതാണ്. ഇവിടെ കുറച്ചേറെ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. നമ്മളത് മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വിടുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഓപ്ഷനുകളെല്ലാം നമ്മൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് വിടുമ്പോൾ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷനാണ് നമ്മൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്, പ്രധാനപ്പെട്ട ഓപ്ഷനാണിത്. ഈ വീഡിയോയിലൂടെ ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നുള്ള ഈ വീഡിയോ കാണിച്ചു തരുന്ന എല്ലാ സ്റ്റെപ്പുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഓപ്ഷനായിട്ടുള്ള ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. ആ ഒരു വിൻഡോയിൽ നമുക്ക് ധാരാളം ഓപ്ഷനുകളുണ്ട്. ആ ഓപ്ഷനുകളെല്ലാം നമ്മൾ നിർബന്ധമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നു പോകാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഞാൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത വിൻഡോയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ പാറ്റേൺ ലോക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ അടുത്ത വിൻഡോയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഫിംഗർ പ്രിൻറ്റ് ഇവിടെ ഞാൻ കൊടുക്കുകയാണ്. അത് സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഇത് സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളതെല്ലാം വായിച്ച് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാനായിട്ട്. ഇവിടെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്പുകളെയും നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡേറ്റ റിക്കവറി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ റിക്കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രോസസ്സിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നമ്മൾ മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും താഴെയായിട്ട് നമ്മുടെ ഈ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ ആപ്പുകളും നമുക്കിവിടെ കാണാവുന്നതാണ്. അങ്ങനെ ഈ ഒരു സ്ക്രീൻ മുകളിലോട്ട് മൊത്തം സ്ക്രോൾ ചെയ്ത് നമ്മൾ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വരുമ്പോൾ നമുക്കിവിടെ ടിക്ക് മാർക്ക് കൊടുക്കാനായിട്ട് 2 ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. അവിടെ നമ്മൾ 2 ഓപ്ഷനിലും നമ്മളൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് വായിച്ച് നോക്കുക. അതിൽ ഏറ്റവും മുകളിലായിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ തീർപ്പാക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ ആ നിരക്കുകൾ നിങ്ങൾ എപ്പോഴും ഉത്തരവാദിയായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് തീർപ്പ് കൽപ്പിക്കാത്ത എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് മൂലമുണ്ടാകുന്ന എല്ലാ ചാർജുകൾക്കും ഞാൻ എപ്പോഴും ഉത്തരവാദിയായിരിക്കുമെന്ന് ഞാൻ സമ്മതിക്കുന്നു. കൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എൻ്റെ വരുമാനം തിരികെ ലഭിക്കുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ മൂന്നാമത്തത് കൊടുത്തിരിക്കുന്നത് ഗൂഗിൾ അക്കൗണ്ടും അതിലെ എല്ലാ ഡേറ്റയും ശാശ്വതമായി ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന 2 എഗ്രിമെൻറ്റ് നമ്മൾ വായിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് തൃപ്തികരമാണെങ്കിൽ ആ 2 അടുത്തായിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്ന ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ആ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് അതോടുകൂടി ഡിലീറ്റ് ആകുന്നതാണ്. ഞാൻ എന്തായാലും ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാൻ ഈ 2 അടുത്തായിട്ട് കാണുന്ന ടിക്ക് മാർക്ക് ഒന്ന് ഫില്ല് ചെയ്യുകയാണ്. അതിനുശേഷം താഴത്തെ ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി നമ്മുടെ ഫോണിൽ ആ ഗൂഗിൾ അക്കൗണ്ട് ഡിലീറ്റിംഗ് പ്രോസസ്സ് ആരംഭിക്കുകയായി. അതിനുശേഷം നമുക്ക് ഇങ്ങനെ വന്ന് ഈ ഒരു സ്ക്രീനിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഗൂഗിൾ അക്കൗണ്ട് ഇതോടുകൂടി ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലൂടെയൊക്കെയാണ് നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.